നമസ്കാരം, വെൽക്കം ടു വിൻ സെന്റർ. ഞാൻ അഖിൽ. വേൾഡ് ഹിസ്റ്ററി എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലോക ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട കുറെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ പുസ്തകങ്ങളിൽ പഠിക്കുന്നതും അതുപോലെ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും നോക്കി വെക്കേണ്ട, മത്സര പരീക്ഷയിൽ മുൻപ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള മഹത്തായ ചില രാജ്യങ്ങളുടെ വിപ്ലവങ്ങൾ, ലോക മഹായുദ്ധങ്ങൾ, അതുപോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, പിന്നെ കുറച്ച് ബാക്കിൽ നമ്മൾ പ്രാചീന ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ലോകത്തുള്ള ചില സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ലോക വിപ്ലവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ലോക യുദ്ധങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു പാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ബ്രിട്ടൻ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്ന വിപ്ലവത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത ചരിത്രമാണ്, ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് എന്താണെന്ന് കാര്യം മനസ്സിലാക്കി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ പോട്ട് പരീക്ഷകളിൽ ഈ പറഞ്ഞ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ അപ്പുറം ഒരുപാട് വായനാശീലമുള്ളവർക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്തതോ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ വിവരങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ച് ആദ്യം ഞാനൊരു കഥ പറഞ്ഞുതരാം, ശേഷം നമുക്കത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് മാറ്റാം. അപ്പോൾ ഇംഗ്ലണ്ടിലെ പാർലമെന്റ്, രാജഭരണം, ഇതൊക്കെ ഒരുപാട് കാലങ്ങൾ, അതായത് നമുക്കറിയാം നമ്മൾ പാർലമെന്റുകളുടെ മാതാവ് എന്നൊക്കെ ബ്രിട്ടന്റെ പാർലമെന്റിനെയാണ് വിശേഷിപ്പിക്കുന്നത്. ലോകത്താദ്യമായിട്ട് പാർലമെന്റുകളുടെ മാതാവ് എന്നൊരു വിശേഷണമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു 17-ാം നൂറ്റാണ്ട്, അതായത് ഒരു 1600-കൾക്ക് ശേഷമൊക്കെയുള്ള കാര്യമാണ്. അത് മുമ്പൊക്കെ ഇംഗ്ലണ്ടിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ചോദിച്ച ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് മാഗ്ന പാർട്ട പോലെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതുപോലെ വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ ഒരു ചരിത്രം എന്താണെന്ന് നോക്കാം. ഒരു 1600 കാലഘട്ടത്തിലൊക്കെ ഫ്യൂഡലിസം തകർന്നു. ഫ്യൂഡലിസം എന്ന് പറയുന്നത് ജന്മിത്തമാണ്. ജന്മിത്തം ഒരു പീക്കിൽ നിന്ന് താഴേക്ക് വന്നു തുടങ്ങി. വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ ഒരു രാജ്യത്തിന്റെ നട്ടെല്ലായി മാറി തുടങ്ങിയ കാലഘട്ടമാണ്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട്. അപ്പൊ ഈ വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫ്യൂഡലിസം എന്ന് അറിയില്ലേ, ഫ്യൂഡൽ പ്രഭുക്കന്മാർ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ആൾക്കാരാണ്. അവർക്ക് ശേഷമുള്ള ഒരു വിഭാഗമാണ് മധ്യവർഗം എന്ന് വിളിക്കുന്നത്. അവരാണ് അത്യാവശ്യം കച്ചവട നിയന്ത്രണവും ഈ പറഞ്ഞ ചരക്ക് ഗതാഗതവും അങ്ങനെയുള്ള വാണിജ്യപരമായ കാര്യങ്ങളെല്ലാം ഏറ്റവും താഴെത്തട്ടുള്ള കൃഷി, മറ്റു ജോലികളും അങ്ങനെ ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ മധ്യവർഗത്തിന്റെ ഉയർച്ച, അതായത് ഫ്യൂഡലിസത്തിന്റെ തകർച്ചയും മധ്യവർഗത്തിന്റെ ഉയർച്ചയുമാണ് ഈ കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മധ്യവർഗത്തിന്റെ ഉയർച്ച എന്ന് പറയുമ്പോൾ എപ്പോഴും സർക്കാരിലേക്ക്, അന്ന് സർക്കാരില്ല, ഈ പറഞ്ഞ രാജവാഴ്ചയാണ്. അപ്പോൾ ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ നികുതി വരുന്നത്, അല്ലെങ്കിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്പത്ത് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായി മാറുന്നത് ഈ മധ്യവർഗമാണ്. അപ്പോൾ മധ്യവർഗത്തിന്റെ വളർച്ച രാജഭരണത്തെ ഒരുപാട് സഹായിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള നികുതികൾ വരുമാനമായി ലഭിച്ചു. പക്ഷെ ഈ രാജാക്കന്മാർ ഒരിക്കലും ഈ മധ്യവർഗത്തിന് അനുകൂലമായിട്ട് ഒരു തീരുമാനങ്ങളും എടുത്തിരുന്നില്ല. അവര് എപ്പോഴും സ്വേച്ഛാധിപത്യ ഭരണം, അതായത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭരണം നടത്തുക, അവരെ തൃപ്തിപ്പെടുത്തുന്ന ആൾക്കാർക്ക് മാത്രം നല്ലത് വരുത്തുക, ഈ രീതിയിലുള്ള ഭരണമാണ്. അത് ജെയിംസ് ഒന്നാമൻ, ചാൾസ് ഒന്നാമൻ, ഇങ്ങനെ മാറി മാറി ഭരിച്ചു വന്നിരുന്ന ബ്രിട്ടനിലെ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെല്ലാം ആ സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അന്നൊരു പാർലമെന്റ് ഉണ്ട്. പക്ഷെ ഈ പാർലമെന്റിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ പോലും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ പോലും ബ്രിട്ടീഷ് പാർലമെന്റ്, ബ്രിട്ടീഷ് രാജ്ഞി, പാർലമെന്റ് തീരുമാനങ്ങളിൽ മേൽ രാജ്ഞിയുടെ തീരുമാനം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ബ്രിട്ടീഷ് പാർലമെന്റിനുള്ള ഭരണം അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് തോന്നുന്നത് എന്താണ് പാർലമെന്റ്, രാജഭരണം? അപ്പൊ ഇത് രണ്ട് പാരലായിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ അന്നൊക്കെ രാജഭരണത്തിന്റെ ഒരു പ്രത്യേകത പാർലമെന്റിനെ വക വെക്കാതെയുള്ള ഭരണമായിരുന്നു. കാരണം പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളൊന്നും രാജഭരണത്തിൽ പ്രാവർത്തികമാക്കണം അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പാർലമെന്റ് മധ്യവർഗത്തിന് അനുകൂലമായിട്ട് കുറെ നിയമങ്ങളൊക്കെ പാസ്സാക്കി. പക്ഷേ രാജാക്കന്മാരിത് അനുകൂലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാർലമെന്റ് രാജാക്കന്മാരും തമ്മിൽ നിരന്തരമായിട്ട് തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ തർക്കത്തിലേക്ക് പിന്നീട്
മതപരമായ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായി. കൃത്യമായി പറഞ്ഞാൽ കത്തോലിക്ക സഭ ഒരു വലിയ ചരിത്രമാണ്. ഈ മതപരമായ കാര്യമായിട്ട് തന്നെ അതിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ആംഗ്ലിക്കൻ സഭ എന്നൊരു കത്തോലിക്ക സഭ, അതായത് ആദ്യകാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രാചീനമായ കത്തോലിക്ക സഭയാണ് ആംഗ്ലിക്കൻ സഭ. അപ്പൊ ഈ ആംഗ്ലിക്കൻ സഭ യഥാർത്ഥത്തിൽ രാജാവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ രാജഭരണത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് വന്ന പ്യൂരിറ്റൻ സഭ എന്നൊരു സഭ ഉണ്ടായിരുന്നു. ഇത് പാർലമെന്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരുപാട് ഡിവിഷൻസും പിന്നീടുള്ള പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അത്രയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. അപ്പൊ ഈ മതപരമായ ഒരു കാര്യമായിട്ട് തന്നെ ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് പരീക്ഷയ്ക്കൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഈ ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്ന സഭ രാജാക്കന്മാരെയും അതേപോലെ പ്യൂരിറ്റൻ സഭ പാർലമെന്റിനെയുമാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പക്ഷേ ഇതിനു ശേഷവും രാജാക്കന്മാർ എപ്പോഴും അധിക നികുതി ഈ പറഞ്ഞ മധ്യവർഗത്തിന് മേൽ അടിച്ചേർപ്പിച്ചുകൊണ്ടേ. മനസ്സിലായല്ലോ? ഇതായിരുന്നു അവിടെ തുടർന്നു വന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് നിയന്ത്രണം കൊണ്ടുവരണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി അവിടെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് തന്നെ പറയാം. അതിനകത്തില് 1628, ഇതൊക്കെ നമ്മുടെ ചോദ്യോത്തരമായിട്ട് വരുന്നതാണ്. 1628 പാർലമെന്റ് ചാൾസ് ഒന്നാമൻ എന്ന് പറയുന്ന രാജാവിനെ കൊണ്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു നിയമത്തിൽ ഒപ്പുവെപ്പിച്ചു. നിർബന്ധിതമായിട്ടും ഒപ്പുവെപ്പിച്ചതാണ്. അതിൽ അദ്ദേഹത്തിന് സൈൻ ചെയ്തേ പറ്റുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ശ്രദ്ധിച്ചോണം, ഈ വർഷം 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ചാൾസ് ഒന്നാമൻ. കിട്ടിയല്ലോ? ഇത് കഥയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ആ നിയമത്തിൽ ഈ പറഞ്ഞത് പാർലമെന്റിന് കൂടുതൽ അവകാശങ്ങൾ നൽകുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ നികുതി പിരിക്കണമെങ്കിൽ, രാജാവിന് നികുതി പിരിക്കണമെങ്കിൽ പാർലമെന്റിന്റെ അനുമതി വേണം. അതുപോലെ വിചാരണ കൂടാതെ ഈ പറഞ്ഞ ആൾക്കാരൊന്നും തടവിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ മധ്യവർഗത്തിലേക്ക് ഒരുപാട് ആ രീതിയിൽ അവർ ചെയ്തു തന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ 1628 അദ്ദേഹം അത് സൈൻ ചെയ്തതിനു ശേഷം, അതായത് നിർബന്ധിതമായിട്ട് അദ്ദേഹത്തിന് സൈൻ ചെയ്ത് വന്നതാണ്. ഈ ഒരു സംഭവം മീൻസ് അദ്ദേഹത്തിന് വലിയ ഒരു ക്ഷീണമായിട്ട് മാറി. അതിനുശേഷം അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർലമെന്റിനെ പിരിച്ചുവിട്ടു. മനസ്സിലായല്ലോ? ഈ ചാൾസ് ഒന്നാമൻ ബ്രിട്ടീഷ് പാർലമെന്റിനെ പിരിച്ചുവിട്ടു. ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായാലും അദ്ദേഹം അത് ഭാഗവഹിച്ചില്ല. പക്ഷെ പാർലമെന്റ് പിരിച്ചു. അപ്പൊ ഈ പാർലമെന്റ് ഇത് പിടിച്ചു വിട്ടതിന് ശേഷം ഈ പറഞ്ഞ ബ്രിട്ടനും സ്കോട്ട്ലൻഡും മറ്റു ചെറിയ രാജ്യങ്ങളുമായിട്ടൊക്കെ വലിയ യുദ്ധങ്ങൾ ഉണ്ടായി. അപ്പൊ ഈ യുദ്ധങ്ങളെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് കാശ് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അത് നികുതി പിരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇവിടെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നൊരു നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട്. പാർലമെന്റിനെ അവർ പിരിച്ചുവിട്ടെങ്കിൽ. മനസ്സിലായല്ലോ? ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒരു ചോദ്യോത്തരമായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628 പ്രകാരം നികുതി പിരിക്കണമെങ്കിൽ, മീൻസ് മധ്യവർഗത്തിന്റെ കയ്യിൽ നികുതി പിരിക്കണമെങ്കിൽ പാർലമെന്റിന്റെ അനുമതി വേണം. അങ്ങനെ ഗത്യന്തരമില്ലാതെ വീണ്ടും ചാൾസ് ഒന്നാമൻ, അതായത് അദ്ദേഹം പിരിച്ചുവിട്ട പാർലമെന്റിനെ ചാൾസ് ഒന്നാമൻ വീണ്ടും 1640 വിളിച്ചുകൂട്ടി. ആ പാർലമെന്റ് ഏകദേശം 1660 വരെ നിലനിൽക്കുകയും ചെയ്തു. അപ്പൊ ഈ 1640 മുതൽ 1640 വരെ നിലനിന്ന് കുറച്ച് വലിയ ഡ്യൂറേഷൻ ആണ് അതിനെ ലോങ് പാർലമെന്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചോണം, നമ്മൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നൊരു സംഭവം പറഞ്ഞു. ലോങ് പാർലമെന്റ് 1640 മുതൽ 1660 വരെ നിലനിന്ന ആ ലോങ് പാർലമെന്റ് ഉണ്ട്. അപ്പൊ ഈ ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടി എന്തിനാണ് മനസ്സിലായല്ലോ? നികുതി പിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ നികുതിയൊക്കെ പിരിച്ച് അത്യാവശ്യം യുദ്ധത്തിൽ വലിയ കുഴപ്പമില്ലാതെ പോയിട്ട് ഈ ചാൾസ് ഒന്നാമൻ പിന്നെയും ഈ പറഞ്ഞ സ്വേച്ഛാധിപത്യ ഭരണം തുടരുകയാണ് ചെയ്തത്. അങ്ങനെ അവസാനം ഇത് പാർലമെന്റും രാജാവിന്റെ സൈന്യവും തമ്മിലുള്ള ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് മാറുകയാണ്. ഈ ആഭ്യന്തര യുദ്ധത്തിൽ ചാൾസ് ഒന്നാമന്റെ സൈന്യത്തെ ഈ പറഞ്ഞ പാർലമെന്റിന്റെ സൈന്യം തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ബ്രിട്ടീഷുകാർക്കിടയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം ഒലിവർ ക്രോംബൽ എന്ന പാർലമെന്റിന്റെ സൈന്യം, ഒലിവർ ക്രോംബൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായത് പാർലമെന്റിന്റെ സൈനിക സംവിധാനങ്ങളുടെ തലവനായിരുന്നു. ഒലിവർ ക്രോംബൽ, പേര് ജസ്റ്റ് ഓർത്തിരിക്കുക, ഒലിവർ ക്രോംബൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ആ ഭരണം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഈ ഭരണത്തിലെത്തിയ ഒലിവർ ക്രോംബൽ, ശ്രദ്ധിച്ചോണം, ഇതൊരു 1640 ശേഷം നടക്കുന്ന സംഭവമാണ്. ഈ ലോങ് പാർലമെന്റ് വിളിച്ചതിന് ശേഷമാണ് 1649 ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 1649 ജനുവരി 30 ചാൾസ് ഒന്നാമന്റെ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. അങ്ങനെ രാജാവിനെ വധിച്ചതിന് ശേഷം അധികാരത്തിലെത്തിയ സൈനിക ഭരണമാണ്.
അപ്പോൾ ഈ സൈനിക ഭരണത്തിലും അറിയാലോ, ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യ രീതി അല്ലെങ്കിൽ രാജഭരണം എന്നതിനേക്കാൾ വളരെ ദോഷകരമായ രീതിയിലാണ് സൈനിക ഭരണം വരുന്നത്, പട്ടാള ഭരണം അല്ലെങ്കിൽ സൈനിക ഭരണം വരുന്നത്. അങ്ങനെ സൈനിക ഭരണത്തിലും ഈ പറഞ്ഞ ജനങ്ങൾക്ക് സ്വസ്ഥതയില്ലാതായി മാറി. ആ സൈനിക ഭരണത്തിൽ അവർ ഈ പറഞ്ഞ സ്വേച്ഛാധിപത്യ രീതിയിലുള്ള ഭരണമാണ് തുടർന്നത്. അങ്ങനെ കുറച്ചാൾ ഇത് മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങി ഇതിനേക്കാൾ നല്ലത് രാജഭരണം തന്നെ ആയിരുന്നു എന്ന്. അങ്ങനെ ജനഹിത പ്രകാരം ജെയിംസ് രണ്ടാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നീട് രാജഭരണത്തിൽ എത്തുകയാണ്. പ്രീഡിയലോ ഒലിവർ ക്രോംവെലിന്റെ ഈ ഒരു ജനങ്ങളുടെ ഒരു ഹിതപ്രകാരം ജെയിംസ് രണ്ടാമൻ എന്ന് പറയുന്ന വ്യക്തി ഭരണത്തിലെത്തിയാണ്. പക്ഷേ ഈ ജെയിംസ് രണ്ടാമൻ ഭരണത്തിലെത്തിയെങ്കിലും അദ്ദേഹവും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞ് രാജാവിൻ്റെതായ തനത് സ്വഭാവമാണ് കാണിച്ചത്. സ്വേച്ഛാധിപത്യ ഭരണം തുടരുകയാണ് ചെയ്തത്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം 1688 ജെയിംസ് രണ്ടാമനെ പിന്നീട് ഫ്രാൻസിലേക്ക് നാട് കടത്തിക്കുകയാണ് ചെയ്യുന്നത് പാർലമെന്റിന്റെ തീരുമാനപ്രകാരം. അങ്ങനെ അവസാനം നടന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പാർലമെന്റ് തീരുമാനിച്ചിട്ട് ജെയിംസ് രണ്ടാമന്റെ ഒരു മകൾ ഉണ്ടായിരുന്നു മേരി, അദ്ദേഹത്തിന്റെ ആ മേരിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു വില്യം. ഈ രണ്ടു പേരെ ഈ പറഞ്ഞ ബ്രിട്ടന്റെ ഭരണാധികാരികളായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. 1688 അപ്പോൾ അവർ ആഗ്രഹിച്ച രീതിയിൽ പാർലമെന്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ അധികാരത്തിൽ. അപ്പോൾ ഭരിക്കുന്നത് രാജാവും രാജ്ഞിയാണെങ്കിലും നിയമങ്ങൾ പാസ്സാക്കാനും മറ്റു കാര്യങ്ങൾ നടപ്പാക്കാനും എല്ലാം പാർലമെന്റിന്റെ അനുമതി വേണം. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയല്ല പഠിക്കുക. ഭരിക്കുന്ന രാജ്ഞിയാണെങ്കിൽ പലപ്പോഴും പാർലമെന്റ് നമ്മൾ പഠിക്കും, ബ്രിട്ടീഷ് പാർലമെന്റ് നിയമം പാസ്സാക്കി, പക്ഷെ ആ സമയത്ത് ഒരു രാജ്ഞി ഉണ്ടാവും. അപ്പൊ ഇവരുടെ ഒരു പരസ്പര ധാരണ അല്ലെങ്കിൽ പരസ്പര അനുമതിയോടുകൂടിയാണ് പിന്നീട് അവിടെ ഭരണം നടന്നത്. ഈ ഒരു സംഭവമാണ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു ചരിത്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് എല്ലാ ചോദ്യങ്ങൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം, ഒരുപാട് വർഷങ്ങൾക്കിടയിൽ നടന്ന ഒരുപാട് ഇൻസിഡന്റുകൾ ഉള്ള ഒരു സംഭവമാണ്. നമുക്ക് മത്സര പരീക്ഷകളിൽ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, രക്തരഹിത വിപ്ലവം, ഈ പാർലമെന്റ് വിളിച്ചു ചേർത്തിട്ട് പാർലമെന്റ് അധികാരത്തിൽ കൂടി ഈ പറഞ്ഞ മേരിയും വില്യൊക്കെ അധികാരത്തിലെത്തുന്നുണ്ട്. രക്തച്ചൊരിച്ചതൊന്നുണ്ടായില്ല, അതുകൊണ്ടാണ് രക്തരഹിത വിപ്ലവം എന്നോ കൊട്ടാര വിപ്ലവം എന്നോ, അതായത് രാജാക്കന്മാരെയൊക്കെ വാഴിക്കാൻ വേണ്ടിയുള്ള വിപ്ലവമാണ്, അതുകൊണ്ട് കൊട്ടാര വിപ്ലവം എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ രക്തരഹിത വിപ്ലവം എന്നോ കൊട്ടാര വിപ്ലവം എന്ന പേരിലോ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഒറ്റ വീട്ടിൽ ചോദിച്ചാൽ 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വേണ്ട. നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ബാക്കിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ഞാൻ ഈ ഇൻസിഡന്റ് ഹെഡിങ് പറഞ്ഞുകൊണ്ട് മാത്രം പറയാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഓരോ സംഭവങ്ങളിലേക്ക്, അതായത് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രം നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന ഡോക്യുമെന്റ്, അപ്പോൾ ശ്രദ്ധിച്ചോണം, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രമാണപത്രമായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. ശ്രദ്ധിച്ചോണം, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന ഡോക്യുമെന്റിൽ ഒപ്പുവെച്ചത് ഏത് രാജാവാണെന്ന് ചോദിച്ചാൽ ചാൾസ് ഒന്നാമൻ. ശ്രദ്ധിച്ചോണം, പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലാണ് ചാൾസ് ഒന്നാമനാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ഭരണാധികാരി എന്ന് പറയുന്നത്. വർഷം 1628. 1628 ജൂൺ 7 ചരിത്ര പുസ്തകങ്ങളെ പറയുന്നത്. ഡേറ്റ് ഒന്നും പരീക്ഷയ്ക്ക് ചോദിച്ചില്ല, പക്ഷെ വർഷം പഠിച്ചിരിക്കാം. അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലാണ് ചാൾസ് ഒന്നാമനാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ഭരണാധികാരി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത് ഏത് വർഷമാണ്? 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത്. ഓക്കെ, അത് പ്രത്യേകം പഠിച്ചോണം. പിന്നീട് നമ്മൾ പറഞ്ഞത് ലോങ് പാർലമെന്റിനെ കുറിച്ചാണ്. അപ്പൊ ഈ ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ലോങ് പാർലമെന്റ്.
അപ്പോൾ ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ആരെന്ന് ചോദിക്കാം. ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും അതാരാണ്? ചാൾസ് ഒന്നാമനാണ് ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി. ശ്രദ്ധിച്ചോണം, ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലാണ് ചാൾസ് ഒന്നാമനാണ് ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് പാർലമെന്റ് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1640-ലാണ്. ലോങ് പാർലമെന്റ് നിലവിൽ വന്ന ഏത് വർഷമാണ്? 1640-ലാണ് ലോങ് പാർലമെന്റ് നിലവിൽ വന്നത്. അത് 1660 വരെ നിലനിൽക്കുകയും ചെയ്തു. അപ്പോൾ ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ വർഷം ചോദിച്ചാൽ 1640. ലോങ് പാർലമെന്റ് നിലനിന്ന ഏത് വർഷമാണ്? 1660 വരെ ലോങ് പാർലമെന്റ് നിലനിൽക്കുകയും ചെയ്തു. ഓക്കെ, ഇപ്പൊ ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരിയായിരുന്നു ചോദിക്കാം. ആരാണ്? ചാൾസ് ഒന്നാമനാണ്. ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ വർഷം 1640 ഏത് വർഷം വരെ നിലനിന്നു? 1660 വരെ നിലനിൽക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ഈ ലോങ് പാർലമെന്റിന് ശേഷം ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയ സമയത്ത്, അപ്പോൾ നമ്മൾ പഠിച്ചു ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടി യുദ്ധത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ വിളിച്ചുകൂട്ടിയെങ്കിലും ഇയാൾ ഈ പറഞ്ഞ മോശം ഭരണം തുടർന്നപ്പോൾ ശേഷമാണ് പാർലമെന്റ് സൈന്യവും ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ, രാജാവിന്റെ സൈന്യവും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നത്. അങ്ങനെ ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്ന ഭരണാധികാരി അധികാരത്തിൽ, സൈനിക തലവനായിരുന്നു. അദ്ദേഹത്തിന്റെ പാർലമെന്റിനെ റംപ് പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെട്ടു, അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്നോ വിളിച്ചു. ശ്രദ്ധിച്ചോണം, ബ്രിട്ടനിൽ റംപ് പാർലമെന്റിന് നേതൃത്വം കൊടുത്ത ആരെന്ന് ചോദിച്ചാലാണ്? ഒലിവർ ക്രോംവെൽ ആണ്. അതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലായി. രാജാവിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പാർലമെന്റ് സൈന്യം ആ യുദ്ധം വിജയിച്ചുകൊണ്ടാണ് ഈ ഒലിവർ ക്രോംവെൽ അധികാരത്തിലെത്തുന്നതും അദ്ദേഹത്തിന്റെ ഭരണം റംപ് പാർലമെന്റ് എന്നോ അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്ന പേരിലോ അറിയപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും. ചാൾസ് ഒന്നാമന്റെ വധശിക്ഷ നടപ്പാക്കിയ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1649 ജനുവരി 30. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ചാൾസ് ഒന്നാമന്റെ വധശിക്ഷ നടപ്പാക്കിയത് ഏത് വർഷം ചോദിച്ച ഏത് വർഷമാണ്? 1649 ജനുവരി 30 ചാൾസ് ഒന്നാമന്റെ വധശിക്ഷ നടപ്പാക്കിയത്. ജനുവരി 30. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇദ്ദേഹം അധികാരത്തിലെത്തുന്നത്, മീൻസ് ഈ ഒലിവർ ക്രോംവെൽ അധികാരത്തിലെത്തുന്നത് 1649. അപ്പൊ ഈ 1649 മുതൽ ഇത് ലോങ് പാർലമെന്റ് നിലനിൽക്കുന്ന സമയം നോക്കണം. 1660 വരെ ജനങ്ങൾ ഈ ഭരണം സഹിച്ചു. അതായത് ഇദ്ദേഹത്തിന്റെ റംപ് പാർലമെന്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റിന്റെ കാലഘട്ടത്തെ സഹിച്ചു. അദ്ദേഹവും സ്വേച്ഛാധിപത്യ ഭരണമാണ്. ഇതിനെ കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ ബ്രിട്ടീഷ്, അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് കോമൺവെൽത്ത് കാലഘട്ടം. നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും ബ്രിട്ടീഷ് യുദ്ധത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്ന് പറയുന്ന വേർഡ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആണ്. 2 ഈ പറഞ്ഞ ലോങ് പാർലമെന്റ് ആണ്. മൂന്നാമത്തതാണ് കോമൺവെൽത്ത് കാലഘട്ടം. അപ്പോൾ പരീക്ഷയ്ക്ക് കോമൺവെൽത്ത് കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെട്ടത് ഏത് കാലഘട്ടം എന്ന് ചോദിച്ചാൽ 1649 മുതൽ 1660 വരെയാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെട്ടത്. അപ്പോൾ ഒലിവർ ക്രോംവെലിന്റെ ഭരണ കാലഘട്ടമാണ്. അതിനെ ലോർഡ് പ്രൊട്ടക്ടർ, ഈ ഒലിവർ ക്രോംവെൽ സ്വയം
ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിലാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന് ശേഷം, അതായത് ഈ ജനങ്ങൾ തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഒരു ഭരണം വേണ്ട എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന് ശേഷം, ഇദ്ദേഹത്തിന്റെ കോമൺവെൽത്ത് കാലഘട്ടത്തിന് ശേഷം ഈ പറഞ്ഞ ജെയിംസ് രണ്ടാമൻ എന്ന ഭരണാധികാരി എത്തുന്നത്. അതായത് ജനങ്ങൾക്ക് മടുപ്പായി തുടങ്ങി, ഇതിലും നല്ലത് രാജഭരണമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ജെയിംസ് രണ്ടാമനെ ജനങ്ങളോട് ചേർന്ന് ഭരണാധികാരിയായിട്ട് അവരോധിക്കുന്നത്. പക്ഷേ ഈ ജെയിംസ് രണ്ടാമനും അവിടെ ഫോളോ ചെയ്തത് എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ സ്വേച്ഛാധിപത്യ രീതിയിലുള്ള ഭരണം തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ 1688 ജെയിംസ് രണ്ടാമനെ, 88-89 കാലഘട്ടം നമ്മൾ പറയാറുണ്ട്, ഒറ്റ വർഷമായിട്ട് ചോദിച്ച 1688 ആണ്. 1288 ഈ പറഞ്ഞ ജെയിംസ് രണ്ടാമനെ ഫ്രാൻസിലേക്ക് നാട് കടത്തുകയും മേരിയും വില്യവും, അവരുടെ മകളായിരുന്ന മേരിയും വില്യത്തിനെയും ഈ പറഞ്ഞ പാർലമെന്റിന്റെ അനുമതിയോടുകൂടി രാജ വാഴ്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കൃത്യമായി പറഞ്ഞാൽ രക്തരഹിത വിപ്ലവം. അപ്പൊ ലാസ്റ്റ് നടന്ന അവിടെ ഒരു യുദ്ധവും നടന്നില്ല, അതുകൊണ്ടാണ് അതിനെ രക്തരഹിത വിപ്ലവം എന്നോ മഹത്തായ വിപ്ലവം എന്നോ കൊട്ടാര വിപ്ലവം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഈ 1688 കൃത്യമായി പറഞ്ഞ ഇവർ അധികാരത്തിലെത്തുമ്പോൾ ശേഷം 89 പാർലമെന്റ് അവകാശ നിയമം എന്നൊരു നിയമം പാസ്സാക്കുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് അവകാശ നിയമം ആദ്യമായിട്ട് പാസ്സാക്കുന്നപ്പോഴാണ്. അതായത് രാജാവിന്റെ അധികാരങ്ങൾ പാർലമെന്റിന്റെ അനുമതിയോടുകൂടി ആയിരിക്കണം എന്ന രീതിയിൽ ഒരു പാർലമെന്റിന്റെ അവകാശ നിയമം 1689 പാസ്സാക്കുന്നു. ഇതാണ് കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. പിന്നെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ട് കുറച്ചധികം പോയിട്ടുള്ള നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ആ ഒരു വിപ്ലവം എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഒറ്റ വീടിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം എന്ന് ചോദിച്ചാൽ 1688. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന ഏത് വർഷമാണ്? 1688. അതേപോലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ചാൾസ് ഒന്നാമൻ. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? ചാൾസ് ഒന്നാമൻ. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1628. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചത് 1628. ലോങ് പാർലമെന്റ് വിളിച്ചേർത്ത ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും ചാൾസ് ഒന്നാമൻ. ലോങ് പാർലമെന്റ് വിളിച്ചേർത്ത ഭരണാധികാരി ചാൾസ് ഒന്നാമൻ. ലോങ് പാർലമെന്റ് കാലഘട്ടം എന്നറിയപ്പെടുന്ന 1640 മുതൽ 1660 വരെ. അതേപോലെ ഒലിവർ ക്രോംവെൽ, അതായത് റംപ് പാർലമെന്റ്, ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പാർലമെന്റിനെ റംപ് പാർലമെന്റ് എന്നോ അവശിഷ്ട പാർലമെന്റ് എന്നോ അറിയപ്പെടുന്നു. അദ്ദേഹം ഈ പറഞ്ഞ ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കിയത് 1649 ജനുവരി 30-നാണ്. 1649 ജനുവരി 30-നാണ്. അങ്ങനെ 1649 മുതൽ 1660 വരെയുള്ള ആ കാലഘട്ടത്തെ കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നു. 1649-60 വരെയുള്ള കാലഘട്ടത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നു. ഒലിവർ ക്രോംവെലിന്റെ വിശേഷണം ലോർഡ് പ്രൊട്ടക്ടർ എന്നാണ്. അപ്പോൾ ലോർഡ് പ്രൊട്ടക്ടർ. ഒലിവർ ക്രോംവെലിന് ശേഷം അധികാരത്തിൽ ജെയിംസ് രണ്ടാമനാണ് വന്നത്. ആ ജെയിംസ് രണ്ടാമനെ ഫ്രാൻസിലേക്ക് നാട് കടത്തിക്കൊണ്ട് പാർലമെന്റിന്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിന്റെ മകളായിരുന്ന മേരിയെയും വില്യമിനെയും മരുമകനായിരുന്ന വില്യമിനെയും പാർലമെന്റ് തന്നെ അധികാരത്തിൽ കൊണ്ടുവന്നു. അതാണ് രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ കൊട്ടാര വിപ്ലവം എന്ന പേരിൽ 1688-89 നടന്നത്. അങ്ങനെ പാർലമെന്റ് അവകാശ നിയമം പാസ്സാക്കിയത് ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1689-ലാണ്. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ. ഇതാണ് കൃത്യമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട കാര്യം. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലണ്ടിന്റെ ചരിത്രം ഒരു വലിയ ചരിത്രം തന്നെയാണ്. കൃത്യമായി പറഞ്ഞില്ല 1200 മുതൽ ഇങ്ങോട്ട് കിടപ്പുള്ള ഒരുപാട് ചരിത്രം സ്കൂൾ പുസ്തകങ്ങളൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ചില കാര്യം ഞാൻ പറയുന്ന ഇവ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല, പക്ഷെ നിങ്ങൾ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിച്ചിരിക്കണം. മനസ്സിലായി? ഇത്രയും ഞാൻ പറഞ്ഞത് ഒരുപാട് കണക്ഷനുള്ള കാര്യമാണ്. കുറെ ഇടയ്ക്കൊക്കെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തെങ്കിലും ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അവിടെ ഈ പറഞ്ഞ ഫ്യൂഡൽ പ്രഭുക്കന്മാർ നശിച്ചതിന് ശേഷം മധ്യവർഗമാണ് ഉയർന്നു വന്നത്. ആ മധ്യവർഗത്തിന് വേണ്ടി രാജാക്കന്മാരൊന്നും ചെയ്യാതെ വന്നു. അങ്ങനെ പാർലമെന്റ് അവർക്ക് വേണ്ടി ഒരു റൈറ്റ്സ് പാസ്സാക്കി.
ആ ദേഷ്യത്താൽ പാർലമെന്റിനെ പിരിച്ചുവിട്ടു. ശേഷം യുദ്ധം നടന്ന സമയത്ത് പാർലമെന്റിനെ വിളിച്ചുവിട്ടെങ്കിൽ നീതി പിരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ലോങ് പാർലമെന്റ് വന്നു. ലോങ് പാർലമെന്റ് വന്നതിന് ശേഷം രാജാവ് മോശം രീതിയിൽ പെരുമാറിയപ്പോൾ ഈ പറഞ്ഞ പാർലമെന്റ് രാജാവിന്റെ സൈന്യത്വം യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ രാജാവിന്റെ സൈന്യം പരാജയപ്പെടുകയും രാജാവിനെ വധശിക്ഷ വിധിച്ചുകൊണ്ട് ഈ പറഞ്ഞ പാർലമെന്റ് സൈനിക തലവൻ അധികാരത്തിലെത്തി. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഈ പറഞ്ഞ കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെട്ടു. അദ്ദേഹം മോശം ഭരണം തുടർന്നപ്പോൾ ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ മാറ്റിയിട്ട് മറ്റൊരു രാജാവിനെ വെച്ചു. പക്ഷെ അയാളും ഈ പറഞ്ഞ സ്വച്ഛാധിപത്യ ഭരണം തുടർന്നപ്പോൾ അവസാനം ഗത്യന്തരമില്ലാതെ ഈ പറഞ്ഞ ആഭ്യന്തര കലാപം ഉണ്ടായിട്ട് ജനങ്ങൾ അവിടെ ചേർന്ന് പാർലമെന്റിൽ എല്ലാവരും തീരുമാനിച്ചിട്ട് അയാളെ നാട് കടത്തിയിട്ട് അയാളെ മകളെയും മരുമകനെയും പാർലമെന്റ് അധികാരത്തോടുകൂടി കൊണ്ടുവന്നു. ഇതൊരു കണക്ഷനുള്ള കാര്യമാണ്. ഇനി ചരിത്രത്തിൽ ഈ ഇംഗ്ലണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഇൻസിഡന്റുകളുണ്ട്. ഒരു കണക്ഷൻ ഇല്ല, പക്ഷെ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം, ശ്രദ്ധിച്ചോണം. അതിലൊന്നാണ് ലോക ചരിത്രം എടുക്കുമ്പോൾ ശതവത്സര യുദ്ധം. ഇതൊക്കെ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആണ്. ശതവത്സര യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു എന്ന് ചോദിക്കാം. ഇതൊക്കെ സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറെ പോയിന്റുകളാണ്, തമ്മിൽ ഒന്നും ഒരു കണക്ഷനില്ല. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു ശതവത്സര യുദ്ധം. അപ്പൊ ഇതൊക്കെ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ശതവത്സര യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ്. 1272 മുതൽ ഏകദേശം 1307 വരെ നീണ്ടുനിന്നു. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയി ശതവത്സര യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് ശതവത്സര യുദ്ധം. വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ്? 1272 മുതൽ 1307 വരെയാണ് ഈ പറഞ്ഞ യുദ്ധം നടന്നത്. ഓക്കെ, സോറി, ഇയർ എഴുതിയാൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 1337 മുതൽ 1453. ഓക്കെ, ഇയർ പറഞ്ഞ മിസ്റ്റേക്ക് ആണ്. ഇംഗ്ലണ്ടിൽ ഫ്രാൻസും തമ്മിലാണ് 1337 മുതൽ 1453 വരെയാണ് ഈ ശതവത്സര യുദ്ധം നടക്കുന്നത്. അപ്പൊ ഈ ശതവത്സര യുദ്ധ സമയത്ത് എഡ്വേർഡ് മൂന്നാമൻ എന്നൊരു ഭരണാധികാരിയായിരുന്നു ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്. ഓക്കെ, ആ ഭരണാധികാരിയുടെ പേര് ഓർത്തിരിക്കുക, കാരണം ഇവിടെ നമുക്ക് 1-2 പോയിന്റ് അവിടെ വേണം. ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് എഡ്വേർഡ് മൂന്നാമൻ എന്നൊരു ഭരണാധികാരിയാണ്. ഇനി ഇവിടെയാണ് ഒരു ഇമ്പോർട്ടന്റ് പേര് കിടക്കുന്നത്. ഈ ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലായൻസ് എന്നൊരു നഗരമുണ്ടായിരുന്നു. ഇന്നുണ്ട്, ഓർലായൻസ് എന്നൊരു സിറ്റി ഉണ്ട്. ഈ നഗരത്തെ സംരക്ഷിക്കാൻ ഒരു ബാലിക മുന്നോട്ട് വന്നു. തീർച്ചയായിട്ടും ആ പേര് നിങ്ങൾ കേട്ടുണ്ടായിരിക്കാം, ജോവാൻ ഓഫ് ആർക്ക്. സ്കൂൾ പുസ്തകത്തിലൊക്കെ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു വിശേഷണം എന്ന രീതിയിൽ കേൾക്കാറുണ്ട്, ജോവാൻ ഓഫ് ആർക്ക്. മെയ്ഡ് ഓഫ് ഓർലൈൻസ് എന്ന് ഈ പറഞ്ഞ ശതവത്സര യുദ്ധത്തിൽ വിശേഷിപ്പിക്കേണ്ട ബാലികയാണ് ജോവാൻ ഓഫ് ആർക്ക്. പക്ഷെ 1431 കാലഘട്ടത്തിൽ ഇവര് ജീവനോടെ അഗ്നിക്കിരയായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ പിന്നീടാണ് 1920 ജോവാൻ ഓഫ് ആർക്കിനെ ഈ ഒരു സംഭവം കൊണ്ട് അവര് വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് പഠിച്ചോണം. സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ശതവത്സര യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു ശതവത്സര യുദ്ധം. 1337 മുതൽ 1453 വരെയായിരുന്നു ശതവത്സര യുദ്ധം. ശതവത്സര സമയത്ത് ഇംഗ്ലണ്ടിന്റെ ഭരണാധികാരി എഡ്വേർഡ് മൂന്നാമനായിരുന്നു. ശതവത്സര യുദ്ധ സമയത്ത് ഓർലൈൻസ് നഗരത്തിന്റെ പ്രൊട്ടക്ഷനായിട്ട് മുന്നോട്ട് വന്ന ബാലികയായിരുന്നു ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയും. ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയും. ഓക്കെ, ഇനി മാഗ്ന കാർട്ട അടുത്ത സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു അവകാശ രേഖയാണ്. കാരണം നമ്മൾ ഇവിടെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പറഞ്ഞിട്ടില്ലേ, ആ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ പരീക്ഷയിലൊക്കെ ചോദിച്ചതാണ്. ലോകത്തിലെ ആദ്യത്തെ അവകാശ പ്രമാണം അല്ലെങ്കിൽ പത്രം എന്നറിയപ്പെടുന്നതാണ് മാഗ്ന കാർട്ട. ലോകത്തിലെ തന്നെ ആദ്യത്തെ അവകാശ പ്രമാണം. അതായത് ഈ പറഞ്ഞ ചില അവകാശങ്ങൾ നിർബന്ധിതമായി ഭരണാധികാരിയെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ചാണ് മാഗ്ന കാർട്ട എന്നൊരു അർത്ഥത്തിൽ പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മാഗ്ന കാർട്ട എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ വേർഡ് ആണ്. ഇതിന്റെ മീനിങ് മഹത്തായ ഉടമ്പടി. അപ്പോൾ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് ഏത് വർഷം എന്നതിന് പകരം മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, മഹത്തായ ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? മനസ്സിലായല്ലോ, അത് ഒരു കണക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചുള്ളതാണ്. മഹത്തായ ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1225. എല്ലാവർക്കും അറിയാവുന്ന ഒരു വർഷമാണ് 1215. കൃത്യമായി പറഞ്ഞ ഒരു ഡേറ്റ് കൂടി പഠിച്ചിരിക്കണം.
ജൂൺ 15-നാണ്. അപ്പോൾ മാഗ്ന കാർട്ട എന്ന ഭാഷ, ആ വേർഡ് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ വേർഡ് ആണ്. അതേപോലെ എന്താണ് അതിന്റെ മീനിങ്? മഹത്തായ ഉടമ്പടി എന്നാണ് അതിന്റെ മീനിങ്. ഒപ്പുവെച്ച വർഷം നമ്മുടെ പരീക്ഷയിൽ ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട്. 1215 ജൂൺ 15-നാണ്. 1215 ജൂൺ 15-നാണ് റെന്നീമഡ് മൈതാനത്ത് വെച്ചാണ്. റെന്നീമഡ് മൈതാനം. One second. ഓക്കെ, റെന്നീമഡ് മൈതാനത്ത് വെച്ചാണ്. അപ്പൊ ഇത് ഒപ്പുവെക്കുമ്പോൾ പോപ്പായിരുന്നത് ഇന്നസെന്റ് മൂന്നാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്നസെന്റ് മൂന്നാമനായിരുന്നു. അതുപോലെ സ്ഥിരമായി ചോദിക്കുന്നതാണ്, മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് ഏത് രാജാവാണെന്ന്? ജോൺ രാജാവ് എന്നാണ് പറയുക. മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവ് ആരെന്ന് ചോദിച്ചാൽ ജോൺ രാജാവ്. ഓക്കെ, അപ്പൊ ഇത്ര എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ അവകാശ പ്രമാണം അല്ലെങ്കിൽ അവകാശ പത്രം എന്നറിയപ്പെടുന്ന മാഗ്ന കാർട്ടയാണ്. മഹത്തായ ഉടമ്പടി എന്ന ലാറ്റിൻ വേർഡ് ആണ്. 1215 റെന്നീമഡ് മൈതാനത്ത് വെച്ച് ഒപ്പുവെച്ചു. ജോൺ രാജാവിനെ കൊണ്ടാണ് ഇത് ഒപ്പുവെപ്പിക്കുന്നത്. ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് കേൾക്കുന്നതാണല്ലോ. ശരീരം ഹാജരാക്കുക. ശരീരം ഹാജരാക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിച്ചത് ഏത് അവകാശ പ്രമാണത്തിലായിരുന്നു? മാഗ്ന കാർട്ടയിലായിരുന്നു. ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണത്. ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് മെൻഷൻ ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മാഗ്ന കാർട്ടയിൽ ആണ്. മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മള് അടുത്തിടെ ഒരു വേർഡ് കോവിഡുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കേട്ടല്ലോ, കർഫ്യൂ എന്ന്. കർഫ്യൂ എന്നത് ഏത് ഭാഷയിലുള്ള വാക്കാണ്? കർഫ്യൂ. നമ്മള് COVID-19 ബന്ധപ്പെട്ട കർഫ്യൂ എന്നൊരു വേർഡ് നമ്മൾ കുറെ വേർഡുകൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? കൊറോണ എന്നത് ഏത് ഭാഷയിലുള്ള വേർഡാണ്? കൊറോണ. കൊറോണ എന്നത് ഏത് ഭാഷയുള്ള വേർഡാണ്? ലാറ്റിൻ. ലാറ്റിൻ. ഓക്കെ. അതേപോലെ കർഫ്യൂ എന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? കർഫ്യൂ എന്നത് ഫ്രഞ്ച് പദമാണ്. അതേപോലെ ക്വാറന്റൈൻ എന്നത് ഇറ്റാലിയൻ വേർഡാണ്. ഓക്കെ. അപ്പൊ ഈ കർഫ്യൂ എന്നൊരു പദം ഇപ്പൊ വളരെ ഫേമസ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. കർഫ്യൂ എന്ന വാക്കിന്റെ മീനിങ് നിങ്ങൾ കേട്ടുവാണല്ലോ. COVID-19 ബന്ധപ്പെട്ട് കർഫ്യൂ എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? അറിയില്ല സർ. അഗ്നിയെ മൂടുക എന്നുള്ളതാണ്. കവർ ദ ഫയർ. അതായത് ഈ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ശതവത്സര യുദ്ധം, അതിനുശേഷം മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ റോസ് യുദ്ധം എന്ന് പറഞ്ഞ യുദ്ധം നടന്നിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഈ പറഞ്ഞ മതപരമായ യുദ്ധങ്ങളായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നഗരത്തിലുണ്ടായ തീപിടുത്തം ഒഴിവാക്കാൻ വേണ്ടി മധ്യ ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീടുകളിലെ തീ അണയ്ക്കുകയോ മൂടുകയോ ചെയ്യുന്നതിന് വേണ്ടി ഒരു സൈറന് അടിക്കുമായിരുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിൽ നടപ്പാക്കിയ ആ ഒരു നിയമമാണ് കർഫ്യൂ എന്ന് പറയുന്നത്. ഈ കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്:
കവർ ദ ഫയർ, അഗ്നിയെ മൂടുക, എല്ലാവരും ലൈറ്റ് അണയ്ക്കുക. അത് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ചിലപ്പോൾ വേണേൽ ചോദിക്കാൻ, ഇത്രയും ഫേമസ് ആയതുകൊണ്ട് ഈ പറഞ്ഞ ഇപ്പോൾ ഇത്രയും ഫേമസ് ആയ കർഫ്യൂ എന്നൊരു പദം ഏത് രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കർഫ്യൂ നിയമം വരുന്നത്. അപ്പൊ കർഫ്യൂ എന്ന വാക്കിന്റെ മീനിങ് ഇതാണ്, ഈ പറഞ്ഞ അഗ്നിയെ മൂടുക, കവർ ദ ഫയർ. മനസ്സിലായല്ലോ? ഓരോന്ന് ഓർത്തോണം, ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് കൊറോണ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ്? കിരീടം എന്നാണ്. കർഫ്യൂ എന്ന് പറഞ്ഞാൽ അഗ്നിയെ മൂടുക. അതേപോലെ ക്വാറന്റൈൻ എന്നത് ഒരു ഇറ്റാലിയൻ വേർഡാണ്. 40 days, 40 ദിവസം എന്നൊരു അർത്ഥത്തിലാണ്. അപ്പൊ ഇതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. പിന്നീട് സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത 1-2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു രക്തരഹിത വിപ്ലവമൊക്കെ നടന്നതിന് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം, അപ്പൊ 1688 നമ്മള് ഇങ്ങനൊരു ഭരണമാറ്റം ശേഷം പാർലമെന്റ് അവകാശ നിയമം 89 പാസ്സാക്കി എന്ന് പഠിച്ചു. അപ്പൊ ഇത്രയുമാണ് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ശേഷം അപ്പൊ അത്രയും ഉള്ളൂ ചരിത്രപരമായ യുദ്ധത്തിന് പ്രാധാന്യം. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, സ്കൂൾ പുസ്തകത്തിലൊക്കെ പറഞ്ഞു ചെയ്ത ചില കാര്യങ്ങളാണ്. ഇംഗ്ലണ്ടിൽ 1ാം പാർലമെന്റ് പരിഷ്കരണം നടന്നു 1832. ചിലപ്പോൾ ചോദിക്കാം, ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ 1ാം പാർലമെന്റ് പരിഷ്കരണം ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1832. അപ്പൊ നമ്മുടെ ഇൻസിഡന്റ് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അതേപോലെ 2ാം പാർലമെന്റ് പരീക്ഷണം 1867 മൂന്നാമത്തത് 1884. ഇത് സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫാക്ട് ആണ്. അത്യാവശ്യം നന്നായിട്ട് പഠിച്ചോണം. പാർലമെന്റ് പരിഷ്കരണങ്ങൾ 1832, 1867, 1884 ഈ 3 കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ പാർലമെന്റ് പരിഷ്കരണം നടന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതേപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പോയിന്റ് ആണ്, ഒരു ഏതെങ്കിലും രാജ്യത്തെ ഭരണാധികാരിയെ കുറിച്ച് അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ പാർലമെന്റുകളുടെ മാതാവ് എന്ന് ബ്രിട്ടനെ വിളിക്കാനുള്ള ഒരു കാര്യം പിടിയിട്ടില്ലോ. ഇനി ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് റോബർട്ട് വാൾപോൾ ആണ്. അതും ഈ പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം 1721 അദ്ദേഹം ഈ പറഞ്ഞ പാർലമെന്റിൽ അധികാരത്തിലെത്തുന്നത്. ആ പേരൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോണം, ചിലപ്പോൾ ചോദിക്കാം. ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് റോബർട്ട് വാൾപോൾ. ഇംഗ്ലണ്ടിലാണ്. സ്കൂൾ പുസ്തകത്തിൽ ഒരു ബോക്സിന് അതിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ ആണ് ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇംഗ്ലണ്ടിന്റെ ഒരു സുവർണ കാലഘട്ടം എന്ന നമ്മളെ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയപ്പെടുന്നത്. നമുക്കറിയാം, വ്യവസായ വിപ്ലവം, അതായത് കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. മുൻപ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, സ്കൂൾ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കാതെ ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ ചോദിച്ചാൽ ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. സ്കൂൾ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, മുൻപ് പരീക്ഷയിൽ ചോദിച്ചതാണ്. പിന്നെ ഇംഗ്ലണ്ടിൽ ഈ പറഞ്ഞ വ്യവസായ വിപ്ലവത്തോടു കൂടി ഒരുപാട് ഡിവൈസുകളൊക്കെ വന്നു. നമ്മൾ കേൾക്കുന്ന ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിക്കുന്നു. ശേഷം അവര് ഈ പറഞ്ഞ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ സ്കൂൾ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലൈയിങ് ഷട്ടിൽ, സ്പിന്നിങ് ജെന്നി, ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ. അതുപോലെ പറക്കുന്ന, അതായത് ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറക്കുന്ന ഓടം എന്ന് വിളിക്കും. സ്കൂൾ പുസ്തകത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ നല്ല ടഫായിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. മലയാളത്തിൽ അതിനെ പറക്കുന്ന ഓടം എന്ന് വിളിക്കും. സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വേർഡാണ് കേട്ടോ, ഫ്ലൈയിങ് ഷട്ടിൽ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ച ആരായിരുന്നു? ജോൺ കെയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1767. ഇതൊക്കെ സ്കൂൾ പുസ്തകത്തിൽ വലിയ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഫ്ലൈയിങ് ഷട്ടിൽ അതായത് പറക്കുന്ന ഓടം കണ്ടുപിടിച്ചാരെന്ന് ചോദിച്ചാലാണ് ജോൺ കെയ് ആണ് അത് കണ്ടുപിടിക്കുന്നത്. ആരാണ്? ജോൺ കെയ് ആണ് 1767 അത് കണ്ടുപിടിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ആവിയന്ത്രം കണ്ടുപിടിക്കുന്ന ആരാണ്? ആവിയന്ത്രം ജെയിംസ് വാട്ട് ആണ് ആവിയന്ത്രം കണ്ടുപിടിക്കുന്നത്.
ഇതൊക്കെ സ്കൂൾ പുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്നതാണ്. ജെയിംസ് വാട്ട് ആവിയന്ത്രം കണ്ടുപിടിച്ചത് 1769 പറഞ്ഞിട്ടുണ്ട്. 1769. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കാൻ മറ്റൊരു ക്വസ്റ്റൻ ആണല്ലോ, ലോക്കോമോട്ടീവ് കണ്ടുപിടിക്കുന്ന ആരാണ്? ലോക്കോമോട്ടീവ് RRBയുടെ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട്, അറിയാം, സ്ഥിരമായി മത്സര പരീക്ഷകൾ ചോദിക്കുന്നതാണ്. ജോർജ് സ്റ്റീഫൻസൺ. ജോർജ് സ്റ്റീഫൻസൺ ആണ് ഈ പറഞ്ഞ ലോക്കോമോട്ടീവ് കണ്ടുപിടിക്കുന്നത്. ലോക്കോമോട്ടീവ് കണ്ടുപിടിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ജോർജ് സ്റ്റീഫൻസൺ ആണ്. 1813 ലോക്കോമോട്ടീവ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. സ്കൂൾ പുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന 5-6 പോയിന്റുകളാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും പലതും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വ്യവസായം, തൊഴിൽ, വ്യവസായവൽകൃതം, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ഫാക്ടറി നിയമം പാസ്സാക്കപ്പെട്ടത് ഇംഗ്ലണ്ടിലാണ്. അത് 1837. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചാൽ ഏറ്റവും ടഫായിട്ട് മാറാം. ലോകത്ത് ആദ്യമായി ഫാക്ടറി നിയമം പാസ്സാക്കിയത്. ലോകത്ത് ആദ്യമായി ഫാക്ടറി നിയമം പാസ്സാക്കിയത് ഏത് രാജ്യത്ത് എന്ന് ചോദിച്ചാൽ, ലോകത്ത് ആദ്യമായി ഫാക്ടറി നിയമം പാസ്സാക്കിയത് ഏത് രാജ്യത്ത് എന്ന് ചോദിച്ചാൽ, ലോകത്ത് ആദ്യമായി ഫാക്ടറി നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണ്? അത് ഇംഗ്ലണ്ട് ആണ്. 1837 ഫാക്ടറി നിയമം പാസ്സാക്കുന്നത്. അപ്പൊ ലോകത്ത് ആദ്യമായി ഫാക്ടറി നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട് ആണ്. ഏത് വർഷമാണ്? 1837 ഈ പറഞ്ഞ ഫാക്ടറി നിയമം പാസ്സാക്കുന്നത്. പിന്നീടാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് അവർ കച്ചവട ബന്ധം ആരംഭിക്കുന്നു, ജലഗതാഗതം ആരംഭിക്കുന്നു. അങ്ങനെ ഒരുപാട് ആശയവിനിമയത്തിന് വേണ്ടി പുതിയ ഗതാഗത വാർത്താവിനിമയ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, കമ്പിത്തപാല് കണ്ടുപിടിക്കുന്നു, അതുപോലെ വ്യവസായ പ്രദർശനങ്ങൾ വരുന്നു. ഇതെല്ലാം സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ടുകളാണ്. അത്യാവശ്യം പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യം സ്കൂൾ പുസ്തകങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ഇംഗ്ലണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ജസ്റ്റ് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഒരു അഡീഷണൽ നോളജ് എന്ന രീതിയിൽ പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലെ ഓരോ ടേംസ് ഓർത്തിരിക്കണം. 1 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, 2 കോമൺവെൽത്ത് കാലഘട്ടം, 2 ലോങ് പാർലമെന്റ് കാലഘട്ടം, 3 കോമൺവെൽത്ത് കാലഘട്ടം. പിന്നെ അവിടെ വന്ന ചാൾസ് ഒന്നാമൻ, ജെയിംസ് രണ്ടാമൻ എന്നീ ഭരണാധികാരികൾ, ഒലിവർ ക്രോംവെൽ എന്ന ഭരണാധികാരി, അവസാനം ഈ പറഞ്ഞ മേരി, അദ്ദേഹത്തിന്റെ ചാൾസ് രണ്ടാമന്റെ മകളായിരുന്ന മേരി വില്യം. ആ 2 പേരുകൾ അത്രയും ഓർത്തു വെച്ചോണം. പിന്നെ വർഷങ്ങൾ, പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച വർഷം, ലോങ് പാർലമെന്റ് നടന്ന വർഷം, കോമൺവെൽത്ത് നടന്ന വർഷം, അതേപോലെ ഈ ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിച്ച വർഷം, അതുപോലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1888 എല്ലാവർക്കും അറിയാം. പാർലമെന്റ് അവകാശ നിയമം പാസ്സാക്കിയത് 1689. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ശതവത്സര യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ. ഇതൊക്കെ സ്കൂൾ പുസ്തകങ്ങളെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രപരമായ സംഭവങ്ങളുണ്ട്. അതിൽ അത്യാവശ്യം നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ചില പോയിന്റുകൾ പഠിച്ചിരിക്കാം. ശതവത്സര യുദ്ധം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു. 1337 മുതൽ 1453 വരെയാണ്. ഓക്കെ, അതേപോലെ ഈ ശതവത്സര യുദ്ധ സമയത്തെ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എഡ്വേർഡ് മൂന്നാമനായിരുന്നു. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ശേഷം ശതവത്സര യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ ഫ്രാൻസിലെ ഓർലൈൻസ് എന്ന നഗരത്തിന്റെ സംരക്ഷണമായിട്ട് മുന്നോട്ട് വന്ന ബാലികയാണ് ജോവാൻ ഓഫ് ആർക്ക്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്ന. അപ്പം അവര് പറഞ്ഞ ഫ്രാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്താണെന്ന് തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. പിന്നെ ലോകത്തിലെ ആദ്യത്തെ അവകാശ പ്രമാണം അല്ലെങ്കിൽ അവകാശ പത്രം എന്നറിയപ്പെടുന്ന മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ട എന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. മഹത്തായ ഉടമ്പടി എന്നാണ് വാക്കിന്റെ അർത്ഥം. മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം എല്ലാവർക്കും അറിയാം, 1115 ജൂൺ 15 റണ്ണീമഡ് മൈതാനത്ത് വെച്ചാണ് ജോൺ രാജാവിനെ കൊണ്ടാണ് ഹേബിയസ് കോർപ്പസ് ആദ്യമായി മാഗ്ന കാർട്ടയിലാണ് മെൻഷൻ ചെയ്യപ്പെട്ടത്. ദെൻ ഇംഗ്ലണ്ടിൽ 1ാം പാർലമെന്റ് നിയമം 1889 പാസ്സാക്കിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു.
ഒന്നാം പാർലമെന്റ് പരിഷ്കരണം വന്നത് 1832 ഒന്നാം പാർലമെന്റ് പരിഷ്കരണം ഏത് വർഷമായിരുന്നു? 1832 ഒന്നാം പാർലമെന്റ് പരിഷ്കരണം. അതേപോലെ 1867 രണ്ടാം പാർലമെന്റ് പരിഷ്കരണം. രണ്ടാം പാർലമെന്റ് പരിഷ്കരണം ഏത് വർഷമായിരുന്നു? 1867 മൂന്നാം പാർലമെന്റ് പരിഷ്കരണം 1884 അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദെൻ അഡീഷണൽ ആയിട്ട് സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് റോബർട്ട് വാൾപോളിനെയാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. കാർഷിക വ്യാവസായിക വിപ്ലവങ്ങൾ ഇംഗ്ലണ്ടിൽ തുടക്കം കുറിച്ചു. പറക്കുന്ന ഓടം ഫ്ലൈയിങ് ഷട്ടിലിന്റെ മലയാളമാണ് ജോൺ കെ ആണ് കണ്ടുപിടിച്ചത്. പറക്കുന്ന ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചാരാണ്? ജോൺ കെ ആണ്. 1867 ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ച ജോൺ കെ ഏത് വർഷമാണ്? 1867. ആവിയന്ത്രം കണ്ടുപിടിച്ചാരെന്ന് ചോദിച്ചാൽ ജെയിംസ് വാട്ട് ആണ്. ആവിയന്ത്രം കണ്ടുപിടിച്ച ജെയിംസ് വാട്ട് ആണ്. ഏത് വർഷമാണ്? 1769. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ച ജോർജ് സ്റ്റീഫൻസൺ ആണ്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചാരെന്ന് ചോദിച്ചാൽ ജോർജ് സ്റ്റീഫൻസൺ ആണ്. ലോകത്താദ്യമായി ഫാക്ടറി നിയമം പാസാക്കിയ രാജ്യം എന്ന് ചോദിച്ചാലും ഇംഗ്ലണ്ടാണ്. ഇത്രയുമാണ് അവിടുന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688 നടന്നു. കൊട്ടാര വിപ്ലവം എന്നോ രക്തരഹിത വിപ്ലവം എന്നോ ഇതിനെ അറിയപ്പെടുന്നു. അതുമായിട്ടുള്ള ഇത് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പഠിക്കുക. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ചാൾസ് ഒന്നാമൻ ഒപ്പുവെച്ച വർഷം 1622. ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടി. അപ്പൊ എന്തുകൊണ്ടാണ് ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ അത് കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞത്. അപ്പം ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയതും ചാൾസ് ഒന്നാമനാണ്. 1640 മുതൽ 1660 വരെയായിരുന്നു. ശേഷം ലോങ് പാർലമെന്റിന് ശേഷം മോശമായിട്ടുള്ള ഭരണം തുടർന്നപ്പോൾ പട്ടാളത്തിന്റെ സൈന്യവും രാജ്യസൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. പാർലമെന്റ് സൈന്യവും അതിൽ പാർലമെന്റ് സൈന്യം വിജയിച്ചു. അങ്ങനെ പാർലമെന്റ് സൈന്യ തലവനായിരുന്ന ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ റംപ് പാർലമെന്റ് എന്നോ അവശിഷ്ട പാർലമെന്റ് എന്നോ പേരിലോ അറിയപ്പെട്ടു. ശേഷം ഈ പറഞ്ഞ ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിച്ച വർഷം പഠിച്ചോണം 1649 ജനുവരി 30 1649 ജനുവരി 30. അങ്ങനെ 1649 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തെ കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെട്ടു. ഈ ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്ന സൈനിക തലവനെ ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടു. ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദെൻ ശേഷം ജെയിംസ് രണ്ടാമൻ അധികാരത്തിൽ വരുന്നു. അദ്ദേഹത്തിന്റെ സ്വച്ഛാധിപത്യ ഭരണം കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് അദ്ദേഹത്തിന് ഫ്രാൻസിലോട്ട് മാറ്റി കടത്തിയിട്ട് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ മകളെയും മരുമകനെയും അധികാരത്തിലെത്തുന്നത്. അങ്ങനെ അത് ഒരു രക്തരഹിത വിപ്ലവമാണ്. 88 നടന്നു. 88-89 കൊട്ടാര വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് 1688 പാർലമെന്റ് അവകാശ നിയമം പാസ്സാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ച് കറക്റ്റ് ഒരു ഫ്ലോയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇതിനിടയ്ക്ക് ഒരുപാട് മതപരമായ കാര്യങ്ങളും ഇന്റേണൽ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതോ മുൻപ് ലോക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പല മത്സര പരീക്ഷകളിൽ ചോദിച്ചതുമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ചരിത്രമാണ് കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. ചരിത്രമാണ് കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത്യാവശ്യം ഒരു കഥയൊക്കെ അതിന്റെ പേരിൽ അങ്ങ് പറഞ്ഞു തന്നത്. കൃത്യമായിട്ട് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി പഠിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുമ്പോൾ ഒരു വർഷം 1688 ഓർക്കുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ 3-4 ടേംസ് ആണ് ഓർക്കേണ്ടത്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ലോങ് പാർലമെന്റ്, കോമൺവെൽത്ത് കാലഘട്ടം, പിന്നെ പാർലമെന്റ് അവകാശ നിയമം, പിന്നെ ഈ പറഞ്ഞ ചാൾസ് ഒന്നാമൻ, ജെയിംസ് രണ്ടാമൻ, ചാൾസ് ഒന്നാമൻ വധിക്കപ്പെട്ടത്, ഒലിവർ ക്രോംവെൽ, ലോർഡ് പ്രൊട്ടക്ടർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. യഥാർത്ഥം ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് കൃത്യമായ ചരിത്രമല്ല. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ മിനിമം നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് ഓർത്തിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ലോക ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും അതുമായി ബന്ധപ്പെട്ട് മുമ്പും ശേഷവും ഇംഗ്ലണ്ടിൽ നടന്ന ഭരണ മാറ്റങ്ങളെ കുറിച്ചും വ്യാവസായിക കാർഷിക ഭരണരംഗത്തുണ്ടായ മാറ്റങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ക്ലാസ്സിനെ ഫോളോ ചെയ്യുന്ന ക്വിസസ് കൃത്യമായി അറ്റൻഡ് ചെയ്യുക. ഈ ക്ലാസ് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഓരോ ദിവസവും നമ്മുടെ ക്ലാസ്സുകളും ക്ലാസ്സിനെ ഫോളോ ചെയ്യുന്ന ക്വിസസും അതേപോലെ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ എഡ്യൂക്കേഷണൽ കണ്ടന്റ്സും കൃത്യമായി എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഏറ്റവും മികച്ച റാങ്ക് വാങ്ങി തന്നെ
എല്ലാവർക്കും വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.